ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ മതി. കൊണ്ടുവരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പറയുന്ന എന്താണോ അതങ്ങ് അനുസരിച്ചാ മതി. മോനെ, ജ്യോതി പറയുന്നത് കേട്ടാ മതി. ഓക്കെ? അമ്മേ, അമ്മേ. ജ്യോതി വന്നോന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കിയിട്ട് ഇതാ വരുന്നു. നീ എത്തിയോ? നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ നിത്യം നിനക്ക് തന്നെ ഒരുക്കായിരുന്നല്ലോ. ഇതിലെന്താ ഇപ്പൊ പ്രത്യേകതയുള്ളത്? ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ? മോളെ, ആദ്യം വന്നില്ലേ? വന്നു. കല്യാണിയെ കണ്ടപ്പോ അവൻ അങ്ങോട്ട് പോയി. കുട്ടികളായാൽ അങ്ങനൊരു കാര്യമുണ്ട്. സ്നേഹത്തോടെ കഴിഞ്ഞതൊന്നും അവർ മറന്നുപോയില്ല. മോളെ, മനു എത്താൻ സാധ്യതയുണ്ടോ? മനു എത്തില്ല. നാട്ടിലെത്തിയാലും ഇങ്ങോട്ടൊന്നും വരില്ല. ഈ വിവാഹം നിയമപ്രകാരം സാധുവല്ലല്ലോ. അങ്ങനൊരു കല്യാണത്തിന് ഒരു സബ് കളക്ടർ വന്ന് കാവല് നിൽക്കുന്ന എന്തിനാ? ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല, അവിടെ മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതാ. മതി. നിയമങ്ങളെല്ലാം അനുസരിച്ച് കുറെ നാള് നമ്മൾ ജീവിച്ചല്ലോ. അന്ന് ദ്രോഹം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. നിന്നോട് ആരാ മോളെ ഇപ്പൊ ദേഷ്യപ്പെട്ടത്? ഞാൻ നിത്യാമ്മയുടെ മണവാളിനെ കണ്ടു, ഹരിയങ്കളിനെ. ഞാനും കല്യാണിയും കൂടിയാ ഹരിയങ്ങളിനെ ഒരുക്കിയത്. ഹരിയങ്ങളിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, ആദിമോനും കല്യാണിയും ഒരുപാട് ആഗ്രഹിച്ച കല്യാണമല്ലേ? എല്ലാം രണ്ടുപേരും കൂടി അങ്ങ് നോക്കി നടത്തിക്കോണം. ഞാൻ ജ്യോതിയോട് എന്തോരം പറഞ്ഞിട്ടാണ് എന്നിങ്ങാട് കൂട്ടിക്കൊണ്ടുവന്നത്. നിത്യാമ്മയുടെ കല്യാണം കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നല്ല വശമായാണ്. അതെ, എല്ലാവരും തയ്യാറായെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ വരാം. ചടങ്ങ് കഴിഞ്ഞാലേ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. അല്ല മോളെ, അതെന്താ? അത് കഴിഞ്ഞാ പിന്നെ എന്തിനാ നിക്കുന്നേ? നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ മതി. കൊണ്ടുവരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പറയുന്ന എന്താണോ അതങ്ങ് അനുസരിച്ചാ മതി. മോനെ, ജ്യോതി പറയുന്നത് കേട്ടാ മതി. ഓക്കെ? ജ്യോതി, നീ എന്തോ ഒരു അകലം കാണിക്കുന്നുണ്ട്. പക്ഷെ നിത്യേച്ചിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു കാലത്തും ഉണ്ടാവില്ല. മോളെ, ഇറങ്ങാൻ നേരമായിട്ടോ? ആ ശരിയമ്മേ. വാ.
ആചാരം. ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിച്ചുള്ളൂ. മനസ്സടിച്ചു തുടങ്ങടാ. ഞാനിപ്പോ വരാം. രഘുവേട്ടാ, ആരെ വിളിച്ചത്? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പ്രതി തിരിച്ചെത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഒരിടത്തു നിന്നും കൃത്യമായിട്ടൊരു മറുപടി കിട്ടുന്നില്ലല്ലോ സുജാതെ. അവനാണ് രക്ഷപ്പെട്ടതെങ്കിൽ തീർച്ചയായും അവന്റെ ഉദ്ദേശം ഈ വിവാഹം തന്നെയാണ്. മധുര നൊമ്പരക്കാറ്റ്